രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും ഭീതിജനകവുമായ ഒരു നീക്കത്തെക്കുറിച്ചാണ് ഇനി. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കാറുള്ള യുക്രൈൻ യുദ്ധത്തിനും പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കും അപ്പുറത്ത് ലോകത്തിന്റെ മറ്റൊരു കോണിൽ മഞ്ഞു മൂടിയിരിക്കുന്ന ആർട്ടിക് മേഖലയിൽ നിശബ്ദമായ ഒരു ചാരയുദ്ധം മുറുകുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കണ്ണുകൾ ഇപ്പോൾ നോർവേ എന്ന കൊച്ചു രാജ്യത്തിന് മേലാണ്. 2026 നോർവേജിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലോകം ഞെട്ടലോടെയാണ് ആ വിവരങ്ങൾ വായിക്കുന്നത്. ലോകം മറ്റൊരു കോൾഡ് വാറിലേക്ക് നീങ്ങുകയാണോ? 2026 ഫെബ്രുവരിയിൽ നോർവേജിയൻ പോലീസ് സെക്യൂരിറ്റി സർവീസ് PST പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ഒരു ഭീതിയിലേക്കാണ്. റഷ്യ തങ്ങളുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ വൻതോതിൽ നോർവേയുടെ ആർട്ടിക് അതിർത്തികളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് യൂറോപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട റഷ്യൻ ചാരന്മാർക്ക് ഇവർക്ക് പകരമായി പുടിൻ ഇപ്പോൾ പുതിയൊരു ഹൈബ്രിഡ് വാർ തന്ത്രം മെനയുന്നു. എന്താണ് നോർവേയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പുടിൻ ഈ പ്രദേശം ലക്ഷ്യം വെക്കുന്നത്? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിലെ പ്രധാന കാര്യം നോക്കാം. യൂറോപ്പിലെ നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്ന് റഷ്യൻ പ്രതിനിധികൾ വ്യാപകമായി പുറത്താക്കപ്പെട്ടതോടെ റഷ്യയ്ക്ക് ഒരു വലിയ ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് നികത്താൻ അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സിവിലിയൻ വെസൽസ്, അതായത് സാധാരണ സിവിലിയൻ കപ്പലുകളെയാണ്. നോർവേയുടെ തീരപ്രദേശങ്ങളിലൂടെയും സമുദ്രാന്തര ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഈ റഷ്യൻ കപ്പലുകൾ വെറും ഒരു യാത്രയ്ക്കല്ല അവിടെ എത്തുന്നത്. നോർവേയുടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ മാപ്പ് ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ എവിടെയൊക്കെ അട്ടിമറി നടത്തണമെന്ന കൃത്യമായ പ്ലാൻ അവർ ഇപ്പോൾ തന്നെ തയ്യാറാക്കുന്നു. എന്തുകൊണ്ടാണ് നോർവേ റഷ്യയ്ക്ക് ഇത്ര തന്ത്രപ്രധാനമാകുന്നത്? ന്യൂക്ലിയർ സ്ട്രൈക്ക് കേപ്പബിലിറ്റി. റഷ്യയുടെ ആണവ പ്രഹരശേഷിയുടെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കോല പെൻസിലയിലാണ്. ഇതിന്റെ തൊട്ടടുത്ത അയൽവാസിയാണ് നോർവേ എന്ന് പറയുന്നത്. നോർവേയിലെ നിരീക്ഷണ സംവിധാനങ്ങളാണ് റഷ്യൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് നേറ്റോയ്ക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. ചുരുക്കത്തിൽ നേറ്റോയുടെ കണ്ണും കാതുമാണ് നോർവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോർവേയുടെ ആ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെടുത്തേണ്ടത് റഷ്യയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. വെറും ചാരപ്പണി മാത്രമല്ല, അട്ടിമറി പ്രവർത്തനങ്ങളും പുടിന്റെ ലക്ഷ്യത്തിലുണ്ട്. 2025 നോർവേയിലെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിന് നേരെ നടന്ന സൈബർ ആക്രമണം ഇതിന്റെ സൂചനയായിരുന്നു. നോർവേ നൽകുന്ന ഗ്യാസ് പൈപ്പ് ലൈനുകൾ, ഇന്റർനെറ്റ് കേബിളുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ റഷ്യൻ ഹാക്കർമാരുടെ നിരീക്ഷണത്തിലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നേറ്റോ ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയൊരു നിരീക്ഷണ സംവിധാനം തന്നെ തുടങ്ങാൻ പോവുകയാണ്. റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇതാണ്: റിഫ്യൂജീസ് ആസ് സ്പൈസ്, അതായത് നോർവേയിൽ അഭയം പ്രാപിച്ച യുക്രൈനിയൻ അഭയാർത്ഥികളെ റഷ്യൻ ഏജൻസികൾ സമ്മർദ്ദത്തിലാക്കുന്നു. അവരുടെ നാട്ടിലുള്ള ബന്ധുക്കളെയോ അല്ലെങ്കിൽ സ്വത്തുക്കളെയോ ഒക്കെ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിവരങ്ങൾ ചോർത്താനാണ് റഷ്യയുടെ ശ്രമം. ഇത് നോർവേയിലെ ആഭ്യന്തര സുരക്ഷാ രംഗത്ത് വലിയൊരു തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് കേവലം നോർവേയുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ് കാര്യം. ആർട്ടിക് മേഖലയിലെ ഈ ബലപരീക്ഷണം എന്ന് പറയുന്നത് ലോകത്തിന്റെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. റഷ്യയുടെ ഈ ചാരയുദ്ധം 2026 കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് മാറുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. PST മേധാവി ബിയാറ്റെ ഗാംഗസ് പറഞ്ഞതുപോലെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നോർവേ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധിയാണിത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് വളരെ അപകടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കാണുന്ന ശാന്തമായ മഞ്ഞുപാളികൾക്ക് താഴെ ആധുനിക ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് യുദ്ധം പുരോഗമിക്കുകയാണ്. റഷ്യയുടെ ഈ നീക്കം വെറും ഒരു ചാരപ്പണിയല്ല, മറിച്ച് നേറ്റോയുടെ പ്രതിരോധ കവചത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കണ്ണി അറുത്ത് മാറ്റാനുള്ള ശ്രമമാണ്. സാധാരണ കപ്പലുകളെയും നിസ്സഹായരായ അഭയാർത്ഥികളെയും ആയുധമാക്കുന്നതിലൂടെ മോസ്കോ ഒരു പുതിയ കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുന്നത്. നോർവേയിലെ ജലവൈദ്യുത നിലയങ്ങളും സമുദ്രത്തിനടിയിലെ കേബിളുകളും തകരാറിലായാൽ അത് ആ രാജ്യത്തെ മാത്രമല്ല, മൊത്തം യൂറോപ്പിന്റെ തന്നെ താളം തെറ്റിക്കും. വാഷിംഗ്ടണും ബ്രസൽസും ഈ ഭീഷണിയെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആർട്ടിക്കിന്റെ ഭാവി. മഞ്ഞുരുകുന്നത് ആഗോളതാപനം കൊണ്ട് മാത്രമല്ല, ഈ ശീതസമരം വീണ്ടും ചൂടുപിടിക്കുന്നത് കൊണ്ട് കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.